ഇന്നലെയും എൻ്റെ അടുത്തൊരു അമ്മ ചോദിക്കായിരുന്നു, നമ്മുടെ സമൂഹത്തിൽ കഞ്ചാവും ഒക്കെ വളരെ കൂടുതലാണോ കുട്ടികളുടെ ഇടയിൽ? എന്താണ്, ഞങ്ങൾക്കൊന്നും അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഈ രംഗത്ത് നിൽക്കുന്നതുകൊണ്ട് കലയ്ക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ശരിയാണ്, കഞ്ചാവല്ല. കഞ്ചാവ് അടിച്ച് കിറുങ്ങിയിരിക്കുന്ന കുട്ടികളല്ല നമുക്ക് ചുറ്റും ഇപ്പോൾ. അതിനേക്കാളൊക്കെ മേലെ പലതരത്തിലുള്ള ഇത്തരം മരുന്നുകളൊക്കെ ഇപ്പോൾ ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, കഞ്ചാവ് അടിച്ച് കിറുങ്ങിയിരിക്കുന്ന ആ ഒരു തലത്തിൽ നിന്നും ഹൈപ്പർ ആക്റ്റീവാണ്, ഒരു വളരെ അഗ്രസീവ് മൂഡാണ്, എപ്പോഴും ഭയങ്കര അഗ്രസീവായിട്ടായിരിക്കും. ഇപ്പം ആ കുഞ്ഞിൻ്റെ സിദ്ധാർത്ഥിൻ്റെ ആ ഒരു സംഭവം തന്നെ എടുക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് ഒരു ടീനേജ് അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ളൊരു സഹപാഠിയെ ഇങ്ങനെ മർദ്ദിക്കാൻ പറ്റുന്നത്? അവരുടെ ഓരോരുത്തരുടെയും ഹിസ്റ്ററി എടുക്കണം, ആ ഇതിൽ ഇൻവോൾവ് ആയ ഓരോരുത്തരുടെയും ഹിസ്റ്ററി എടുക്കണം. അപ്പോൾ അവർ ഇങ്ങനത്തുള്ള ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്യുന്നവരാണോ നോക്കണം. വർഷങ്ങൾക്ക് മുമ്പ് നിർഭയയുടെ കേസ് എടുക്കണം. ഒരു ബലാത്സംഗത്തിൽ ചെയ്യേണ്ടതല്ല അതിനകത്തിൽ നടന്നിരിക്കുന്നത്, അല്ലെ? ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റുവാണ്. നോർമലി ഒരു മനുഷ്യന് കാമം മാത്രമുള്ള ഒരു മനുഷ്യന്മാരാണോ അതൊക്കെ ചെയ്യുന്നത്? അതെല്ലാം ഒരു വിഭ്രാന്തിനല്ല, എന്താ പറയേണ്ടത്, ഡോക്ടർ വന്ദനയുടെ കേസ് എടുക്കണം. ഇങ്ങനെ പല പല കേസുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ മൈൻഡ്സിലല്ല സംഭവിക്കുന്നത്. ഇത് കോവിഡ് കാലങ്ങളിൽ പോലും അരി കിട്ടാത്ത അവസ്ഥകളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഒരു പഞ്ഞവും ഉണ്ടായിരുന്നില്ല സമൂഹത്തിൽ. ഒരുപാട് ഒഴുകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മളെന്ന് വെച്ചാൽ കുട്ടികളുടെ IQ ലെവലിനെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. പ്രൊഫഷണൽ കോളേജസിലായിട്ട് എല്ലാം എൻട്രൻസ് എഴുതി അവർക്ക് വേറൊരു ലോകമായിട്ട് യാതൊരു ബന്ധമില്ലാതെ അത് പഠിത്തം മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് അവരെ അങ്ങനെ മനുഷ്യത്വമില്ലാതെ വളർത്തിയെടുത്ത് പഠിത്തം മാത്രം മതി, പഠിക്കുക, ജോലി ചെയ്യുക, ഇത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് അവർക്കൊരു പ്രണയം ഉണ്ടെങ്കിൽ ചില പാരന്റ്സ് എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയോ? +2 ഒരു പ്രണയം കണ്ടുപിടിച്ചാൽ ബെൽറ്റ് ഊരിയൊക്കെ അടിക്കുന്നത്. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പ്രണയത്തെ ഞാൻ +2 ഡിഗ്രിക്കും ഒക്കെ പ്രണയം വേണം എന്നൊന്നും പറയുമല്ല, വഴിതെറ്റിക്കുമല്ല കുട്ടികളെ. പക്ഷേ അതിന് ബെൽറ്റൂരി അടിക്കുന്നവര് എന്തുകൊണ്ടാണ് കുട്ടികൾ മുറിയടിച്ചിരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്? ക്വാളിറ്റി ടൈം കൊടുക്കുന്നില്ല. ഇത് ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇതൊന്നും വളർത്തുദോഷം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പാരന്റിങ്ങുമായിട്ട് ബന്ധമല്ല, പിയർ ഗ്രൂപ്പ്സിന്റെ സ്വാധീനമാണ്. നമ്മളിനി എത്ര വളർത്തിയാലും പിയർ ഗ്രൂപ്പ്സിന്റെ ഒരു സ്വാധീനത്തിൽ ഇതൊക്കെ കുട്ടികൾ പെടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുമായിട്ട് ഒരുപാട് ഇന്ററാക്ട് ചെയ്യണം. ഇത് നമുക്ക് നിർത്തലാക്കാൻ പറ്റത്തില്ല. കാരണം ഇതിന്റെയൊക്കെ ഒരു ചങ്ങലെന്ന് പറഞ്ഞാൽ അങ്ങ് പുറത്ത് നടക്കുകയാണ്. നമുക്ക് പറ്റുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇതിന്റെ വരുമരായികൾ പറഞ്ഞു കൊടുക്കാം. അതിന് ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും നിരന്തരമായ ചർച്ചകളും കൂട്ടായ്മകളും വളരെ അനിവാര്യമാണ്. തീർച്ചയായിട്ടും ഇത്തരം ഈ ലഹരി വസ്തുക്കൾ കുട്ടികളുടെ ഇടയിൽ വ്യാപകമാണ്. ഒന്നുകൂടി മനസ്സിലാക്കുക, കിറുങ്ങിയിരിക്കുന്ന കുട്ടികൾ ഇന്നില്ല, കിറുങ്ങിയിരിക്കുന്ന ഒരു മനുഷ്യൻ ഇന്നില്ല. ഹൈപ്പർ ആക്റ്റീവാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്ന് വെച്ചാൽ മൃഗീയമായിട്ടുള്ള പ്രവർത്തികളാണ് ഇത്തരം ലഹരികൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാകുന്നത്.